സമസ്ത ഇ.കെ. വിഭാഗം മുസ്ലിം ലീഗിന്റെ ഉറച്ച വോട്ട് ബാങ്കാണ് ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നത്. സമസ്ത സ്വന്തമായി പത്രം തുടങ്ങി. ലീഗ് നിർദ്ദേശങ്ങൾ മറികടന്ന് തീരുമാനമെടുത്തു. സമസ്ത സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിച്ചതാണ് ലീഗിനെ പ്രകോപിപ്പിച്ചത്. ജിഫ്രി തങ്ങൾ പ്രസിഡന്റായി വന്നതോടെ സമസ്ത കൂടുതൽ കരുത്താർജിച്ചു. വഖഫ് വിഷയത്തിൽ പള്ളികളിൽ പ്രക്ഷോഭം നടത്താനുള്ള ലീഗ് തീരുമാനത്തിനൊപ്പമില്ലെന്ന് ജിഫ്രി തങ്ങൾ തുറന്നടിച്ചു. നമ്മൾ പഞ്ചായത്ത് ആസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് പ്രതിഷേധിക്കാം, നമ്മൾ മഹല്ലുകളിലൊക്കെ പ്രതിഷേധ സംഗമങ്ങൾ നമുക്ക് ഉണ്ടാക്കാം, അതൊക്കെ ചെയ്യാം. നമ്മളത് പള്ളിയിൽ നിന്ന് പ്രതിഷേധിക്കാന്നുള്ളത് അത് നമ്മൾ ഒഴിവാക്കണം. ജിഫ്രി തങ്ങളും മുഖ്യമന്ത്രിയും തമ്മിൽ നേരിട്ട് ബന്ധം സ്ഥാപിച്ചു. CPM വേദികളിൽ സമസ്ത നിരന്തരം പങ്കെടുത്തു. ഇതോടെ ജിഫ്രി തങ്ങളെ ഉന്നം വെച്ച് ലീഗിൽ നിന്നും ആക്രമണങ്ങളുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഒരു ഫോൺ കോൾ കിട്ടിയാൽ എല്ലാമായി എന്ന് വിചാരിക്കുന്ന ആളുകളും നമ്മുടെ സമുദായത്തിലൊക്കെ ഉണ്ട്. അവർ പറയണം ഇത്തരം ഒരു നയവുമായി നടന്ന പാർട്ടിയോടുള്ള അവരുടെ സമീപനം എന്താണ് എന്ന് പറയണം. ലീഗും ദീനും ഒന്നാണെന്ന് വിശ്വസിച്ച പ്രവർത്തകർ വഴിമാറി സഞ്ചരിക്കുന്നത് രാഷ്ട്രീയമായി അപകടമുണ്ടാക്കുമെന്ന് മുസ്ലിം ലീഗിന് നന്നായി അറിയാം. പക്ഷേ വില കൊടുക്കേണ്ടി വന്നാൽ പോലും സമസ്തയ്ക്ക് മുന്നിൽ കീഴടങ്ങി ഒത്തുതീർപ്പ് വേണ്ടെന്നാണ് പാണക്കാട് തങ്ങന്മാരുടെ തീരുമാനം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. സമസ്തയ്ക്ക് കൂടി സ്വീകാര്യരായ സ്ഥാനാർത്ഥികളെ CPM നിർത്തിയാൽ കോട്ടകൾ ഇളകുമെന്ന് ലീഗ് ഭയപ്പെടുന്നു. സമസ്തയിലെ അസ്വസ്ഥതകൾ CPM സൂക്ഷ്മതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഇടഞ്ഞു നിൽക്കുന്ന സമസ്തയെ മാത്രമല്ല, ലീഗ് വോട്ടുകളും വേണം CPM-ന്. വിദ്യാർത്ഥി യുവജന സംഘടനകൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള സമസ്ത നേതാക്കൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. മുറിവേറ്റ സമസ്ത പ്രവർത്തകരുടെ വോട്ട് എങ്ങോട്ട് പോകുമെന്ന ചിന്ത മുസ്ലിം ലീഗിനെ വലിയ ആശങ്കയിലാക്കുന്നതാണ്. കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.